ഹലോ ഗൈസ്, നമസ്കാരം. നമ്മളൊരു പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ റൈഡിംഗ് ഒന്നുമല്ല. ഇന്ന് ബൈക്ക് കുറച്ച് സർവീസ് കാര്യങ്ങൾ, അതുപോലെ പിന്നെ എന്താ വെച്ചാൽ വണ്ടി കുറേ ദിവസം മഴ അത് ഇത് പിന്നെ കുറേ റൈഡിംഗ് ഒക്കെ പോയ കാരണം കംപ്ലീറ്റ് ഫുൾ എന്താ പറയുക കംപ്ലീറ്റ് ചെളിയൊക്കെയാണ് വണ്ടി. അതുപോലെ തന്നെ എന്താ പറയുക ചെയിനൊക്കെ ഫുള്ള് സ്റ്റക്കാണ്, ഗിയർ സ്റ്റക്കാവുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും പോയിട്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചെയിൻ ഒന്ന് ലൂബ്രിക്കേഷൻ ചെയ്യണം. പിന്നെ അതിൻ്റെ ക്ലച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കംപ്ലീറ്റ് എന്താ പറയുക ഗിയറൊക്കെ വൺ ലെവലിൽ ടൈറ്റാണ്, ഫുൾ സ്റ്റക്ക് ആവുകയാണ്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് റൈഡിങ് ഒന്നും പ്ലാൻ ചെയ്തില്ല. അപ്പോൾ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഗായ്സ്, നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടിരിക്കുക. ഇനി അവിടെ എങ്ങനെയാണ് ക്രൗഡ് ഉണ്ടോയെന്ന് അറിയത്തില്ല. നോർമലി വീക്കെൻഡിലൊക്കെ തിരക്കായിരിക്കും. ഇന്നെങ്ങനെയാണെന്ന് അറിയത്തില്ല. പോയിട്ട് ഇന്ന് മൊത്തത്തിലൊന്ന് വാഷ് ചെയ്യണം. വണ്ടിയുടെ അവസ്ഥ എന്നൊക്കെ വെച്ചാൽ ഒരു അവസ്ഥ എന്നൊക്കെ പറയത്തില്ല. പക്ഷെ ഇവിടെ കുറേ ദിവസം കൊണ്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ ജോലിയിൽ നിന്നൊക്കെ വരുമ്പം കംപ്ലീറ്റ് എന്താ പറയുക ഫുള്ള് ചെളിയൊക്കെ അടിച്ച് കയറിയിട്ട് ചെയിനും സ്റ്റക്കായി തുടങ്ങി. അപ്പം ഇന്ന് അതാണ് ശരി, ഇന്ന് ലോങ് റൈഡൊന്നും ഇന്ന് പ്ലാൻ ചെയ്യാത്തത് മെയിൻ കാരണം അതാണ്. എന്നുവെച്ചാൽ വണ്ടി കംപ്ലീറ്റ് എന്ന് വെച്ചാൽ വണ്ടി ഓട്ടിക്കാനുള്ള ആ ഒരു സുഖം പോലുമില്ല. അത്രയ്ക്ക് വണ്ടി ഹാർഡായി തുടങ്ങി. ഹാർഡ് മീൻസ് ലൈക്ക് റഫായി തുടങ്ങി വണ്ടി. അപ്പോൾ ഇനി എന്തായാലും ഇനി വണ്ടിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇനി അടുത്ത ആഴ്ചയില്ല, ഇനി ഓണമൊക്കെ കഴിഞ്ഞിട്ടിനി ഒരു റൈഡ് പ്ലാൻ ചെയ്യാൻ വെച്ചു. ഇനി ഓണത്തിനൊക്കെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം പിന്നെ ഇനി ഓണമൊക്കെ കഴിഞ്ഞിട്ടിനി ഒരു റൈഡ് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല വെയിലാണ് കേട്ടോ ഇന്നെന്താ തരത്തില്ല, നല്ല വെയിലാണ്. പക്ഷെ മഴ പെയ്യാതിരുന്നേ മതി. നോർമലി ഞാൻ വണ്ടി കഴുകിയെടുക്കും, മഴയും ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതാണ് എപ്പോഴും നടക്കുന്ന ഒരു പ്രശ്നം. അതാണ്, ഞാൻ വണ്ടിയൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കും. അന്ന് വൈകിട്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ വണ്ടി അടുത്ത് പുറത്തിറക്കുമ്പം നല്ല രീതിയിലുള്ള മഴയായിരിക്കും. അപ്പോൾ ഇന്ന് വെയിലൊക്കെ ഉണ്ട്. ഇനി ദൈവത്തിനറിയാം ഇനി വൈകിട്ടിനി മഴ കാണുമോ എന്തോന്ന്. നമ്മളങ്ങനെ നമ്മളെ വണ്ടി വാഷിങ് ചെയ്യുന്ന സ്ഥലത്തോട്ട് വന്നു. ഈശ്വര, തുറന്നിട്ടുണ്ടോ എന്തോ? തുറന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വണ്ടികളെല്ലാം ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഓട്ടോ മാത്രമാണെന്ന് തോന്നുന്നു. ഓട്ടോയും ഒരു കാറും അതൊക്കെയാണ്. അപ്പോൾ നോക്കാം, എന്തായാലും ചോദിച്ചു നോക്കട്ടെ എങ്ങനെ പെട്ടെന്ന് കഴുകി തരുമോ എന്താണെന്ന് ചോദിച്ചു നോക്കാം. ಇದು ವಾಷಿಂಗ್ ಮಾಡಬೇಕು. ಹಾಯ್, ವಾಷಿಂಗು ಎಷ್ಟೊತ್ತಾಗುತ್ತೆ? ಹೌದು ಹೌದಾ? ಓ ಸರಿ ಸರಿ ಸರಿ. ನಾನು ನಿಮ್ಗೆ ಕಾಲ್ ಮಾಡಿದೆ. ಹಾಂ, ಹೌದಾ? ಸರಿ, ಕರೆಕ್ಟಾಗಿ ಎಷ್ಟೊತ್ತಾಗುತ್ತೆ? 2 ಗಂಟೆಗಾ? ಸರಿ, ಆಯಿತು. ಓಕೆ, ಫೈನ್ ಫೈನ್. हाँ, ओके ഗൈസ്, നമ്മളങ്ങനെ തിരിച്ചു പോകാൻ പറഞ്ഞൊരു 2 മണി കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത്. നോർമലി ഞാൻ ഇവന് കോൾ ചെയ്യുമായിരുന്നു. പക്ഷേ ആ ചെറുക്കൻ ഹായ് എന്ന് പറഞ്ഞില്ല. ആ ചെറുക്കൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കോൾ ചെയ്യുമ്പോൾ പറയും തിരക്കുണ്ട് എന്തോന്ന്. അപ്പോൾ ഇപ്പോൾ ഞാൻ കോൾ ചെയ്തപ്പോൾ ഫോൺ പിക്ക് ചെയ്തില്ല. ഞാൻ ശരി, ഇനി ഫോൺ സൈലൻ്റ് വല്ല ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ ഫുള്ള് തിരക്കിലാണ്. അപ്പം അവൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ഒരു 2 മണിക്കൂറാവും. സമയം ഇപ്പം 12. അപ്പോൾ അവൻ പറയുന്നത് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ വന്നാൽ എല്ലാം ഫ്രീ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് കഴുകി തരാമെന്നാണ് പറഞ്ഞത്. നല്ലൊരു ചെറുക്കനാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. നമ്മൾ വണ്ടിയൊക്കെ ബാക്കിയുള്ളവരുടെ വണ്ടി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മളെ ഈ വണ്ടി കൊണ്ടു കൊടുക്കുമ്പം അവൻ നല്ല അടിപൊളിയായിട്ട്, അതായത് ഈച്ച് ആൻഡ് എവരി പാർട്സൊക്കെ നോക്കിയൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിരുന്നു. നമുക്ക് ആ ഒരു ഗൈസ്, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഭാര്യ പറഞ്ഞതാണ് ഇൻഡക്ഷൻ സ്റ്റവ് ചെറിയ എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, അതിൻ്റെ സ്വിച്ച് എന്തോ പ്രോബ്ലം ഉണ്ട്, അത് ഓൺ ആവുന്നില്ല എന്ന്. അതുകൊണ്ട് റെഡി ചെയ്ത് തന്നിട്ട് വാഷിങ്ങിന് പോകാൻ വേണ്ടി പറഞ്ഞതാണ് ബൈക്ക്. അപ്പം ഞാൻ കേട്ടില്ല.
ഞാൻ പറഞ്ഞില്ല, വന്നിട്ട് നമുക്ക് ചെയ്യാം, ഫസ്റ്റ് ബൈക്കിൻ്റെ വാഷിങ് എന്നിട്ട് മതി ഇൻഡക്ഷൻ റെഡിയാക്കുന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ അവിടുത്തെ തിരക്ക് കാരണം അവൻ എന്തായാലും 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അടിപൊളി. ഇനിയിപ്പോൾ വീട്ടിൽ തിരിച്ചു പോയി കയറുമ്പോഴാണ് ഇനി അടുത്ത് ഇരിക്കുന്നത്. അവൾ അപ്പോഴേ പറഞ്ഞു പോണ്ട, ഇത് റെഡി ചെയ്ത് തന്നിട്ട് പോകുന്നത്. കേട്ടില്ല ഗൈസ്, കേട്ടില്ല. ഇനി എന്തായാലും ഇനി പോയിട്ട് ഇനി അതെല്ലാം റെഡി ചെയ്ത് കൊടുത്തിട്ട് വേണം ഇനി തിരിച്ച് ഒരിക്കൽ കൂടെ വരാൻ. ഇന്ന് എനിക്ക് ലീവായിരുന്നു ആക്ച്വലി. അപ്പം അതാണ് ശരി, ഇന്ന് ഈ ബൈക്കിൻ്റെ കാര്യങ്ങൾ അത് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വാഷിങ്ങിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പം അതിങ്ങനെ ഇനി എന്തായാലും പോയിട്ട് വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട്. അത് തീർത്തിട്ട് ഇനി ഒരു 2 മണിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്ന് വെച്ചാൽ 3 മണിയാകുമ്പോൾ കൊച്ചിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകണം. പ്രത്യേകം കാലത്ത് പറഞ്ഞിട്ട് പോയതാണ്, അച്ഛാ ഇന്ന് വീട്ടിലല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇന്ന് എന്തായാലും ഈവനിങ് വന്ന് എന്നെ പിക്കപ്പ് ചെയ്യണമെന്ന്. അതും ഈ ബൈക്കും കൊണ്ട് തന്നെ പോകണമെന്നാണ് അവൾ പ്രത്യേകം ഓർഡർ ചെയ്തിട്ട് പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ 2 മണിക്ക് വാഷിങ്ങിന് ഇറങ്ങി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, നോക്കണം. വെച്ചാൽ 3:15 സ്കൂൾ വിടുന്ന ടൈം. അപ്പോൾ നോക്കാം. എന്തായാലും നമ്മളിതാ തിരിച്ചതാ വീട്ടിൽ പോയിട്ടിരിക്കുവാണ്. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. ഇനി എന്തായാലും ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും പറഞ്ഞ പോലെ 2 മണിയൊക്കെ ആകുമ്പോൾ ഇനി പോകണം. ഗൈസ് നമ്മളങ്ങനെ തിരിച്ചും നമ്മളെ വണ്ടി വാഷ് ചെയ്യുന്ന സ്ഥലത്തോട്ട് വന്നു. ചോദിച്ചു നോക്കാം. ഇപ്പോൾ വണ്ടി സൂപ്പർ, ഒരു സ്കൂട്ടർ മാത്രമേ ഉള്ളൂ. ചോദിച്ചു നോക്കാം. ഇല്ലാക്കില്ല ഗാഡി. അപ്പോൾ വണ്ടി ഇവിടെ നിർത്താൻ പറഞ്ഞു. എന്തായാലും ഇനി ആ സ്കൂട്ടർ കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടിയായിരിക്കും. അങ്ങനെ വണ്ടിയിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയിൻ ഉണ്ടല്ലോ, ചെയിനിൽ കംപ്ലീറ്റ് ഡീസൽ അടിക്കുകയാണ് അവർ. അതായത് ഈ ചെയിൻ്റെ ഇത് മൊത്തം എന്താ പറയുക, ഓയിലൊക്കെ കയറി കട്ട പിടിച്ചിട്ട് വല്ലാത്തൊരു റബ്ബിങ് ഇതാണ്, ഒരു സ്മൂത്ത്നെസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ക്ലീനായിട്ട് ഡീസൽ വാഷ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതാ കണ്ടില്ല, ഇത് മൊത്തം ഇപ്പോൾ ഡീസൽ അടിക്കുക വണ്ടി ആ ചെയിനിലും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സർട്ടൺ ഒരു 2 to 3 minutes ഒക്കെ കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ കംപ്ലീറ്റ് അതിൽ ഇരിക്കുന്ന ഈ ഓയിലും പഴയ കട്ട പിടിക്കുന്ന ഓയിൽ ചെളി മൊത്തത്തിൽ ഇതാണ് പ്രോസസ്സ്. ഇതാ കണ്ടില്ല, കംപ്ലീറ്റ് ആ ഒരു ബ്രഷ് ഇട്ടിട്ട് ലിറ്ററലി ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പഴയ ഈ ചെളി അതുപോലെ കട്ട പിടിക്കുന്ന ഓയിൽ മൊത്തത്തിൽ വെളി വരും. പിന്നെ അവർ സോപ്പ് ഓയിലൊക്കെ ഇട്ട് വാഷിംഗ് ചെയ്യാൻ സ്റ്റാർട്ടാവത്തില്ല. അങ്ങനെ ആഫ്റ്റർ ഒരു 5 minutes താഴെ കണ്ടില്ല മൊത്തം ഓയിലൊക്കെ വരും. അത് ഈ പഴയ ഓയിൽ ഡീസൽ അടിച്ച കാരണം കംപ്ലീറ്റ് ഓയിൽ ഈ പഴയ ഓയിലൊക്കെ വെളി വന്ന ഈ ചെയിൻ ഓയിലൊക്കെ ഇനി ഫുള്ള് വെള്ളം എടുത്ത് പ്രഷർ വാഷ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഡീസൽ അടിച്ച ഡീസൽ ഈ ഓയിൽ മൊത്തത്തിൽ വെളി വരും. അതായത് ലിറ്ററലി ക്ലീൻ ആവില്ല. കണ്ടില്ല ബ്ലാക്ക് ആയിട്ട് പോകുന്ന കണ്ടില്ല. ഇങ്ങനെയാണ് ആക്ച്വലി ചെയിൻ ക്ലീൻ ചെയ്യുന്നത്. അല്ല നമ്മൾ ചുമ്മാ പോയിട്ട് നോർമൽ വാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചുമ്മാ ഓയിലിട്ട് ക്ലീൻ ചെയ്ത് പറയുന്നത് അത് വേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ചെറുക്കനെ സോപ്പ് ഓയിലൊക്കെ കുളിപ്പിച്ച് നിർത്തിയിരിക്കുക. ഇത് നമ്മളെ സെക്കൻഡ് പ്രോസസ്സാണ്. അതെ, നോർമൽ സോപ്പ് ഓയിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല ഇവരൊക്കെ ലിറ്ററലി മറ്റേ 3M ഒക്കെ യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു നോർമൽ ഫോമാണിത്. അങ്ങനെ ചെറുക്കൻ്റെ മൊത്തത്തിൽ കുളിച്ച് പറക്കിയൊക്കെ നിൽക്കുക. പക്ഷേ ഞാൻ മുമ്പ് ഈ ചെറുക്കനെ കുറച്ച് നമ്മളെ ഈ 3M അല്ലെങ്കിൽ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഇവിടെയൊക്കെയാണ് വാഷിങ്ങിനൊക്കെ കൊടുത്തിട്ടിരുന്നത്. പക്ഷേ എന്താ സംഭവം എന്നറിയോ, അവിടെ ഈ വണ്ടികളുടെ തിരക്ക് കൂടുതൽ കാരണം, അതായത് നിറയെ വണ്ടികൾ ഈ സർവീസ് വരണയൊക്കെ കാരണം ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് വണ്ടി വാഷ് ചെയ്ത് വെളിയിറക്കണം. അപ്പം എന്താ പറയുക, തട്ടിക്കൂട്ടിയൊക്കെയാണ് ഇവർ ക്ലീനൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം, അതായത് ഇത് ഇപ്പോൾ റീസെൻറ്റ് ഓപ്പൺ ആയത്, പക്ഷേ ഇവിടെ വന്ന് വാഷിങ്ങിനൊക്കെ കൊടുത്ത ശേഷം ഉണ്ടല്ലോ, അതായത് അവർ ഈച്ച് ആൻഡ് എവറി പാർട്ട്, അതായത് നമ്മൾ ഡീറ്റെയിലിംഗ് എന്നൊക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് അവരുടെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. ഇത് നോർമൽ ചെറിയൊരു ഇവിടെ കുറച്ച് വില്ലേജിനകത്തുള്ള ഒരു ലോക്കൽ വാഷിംഗ് സെൻ്ററാണ്. പക്ഷേ പൊളിയായിട്ടാണ് അവർ ക്ലീനിങ് ചെയ്യുന്നത് പരിപാടികളൊക്കെ. ഞാനിതിപ്പം എൻ്റെ എല്ലാ വണ്ടികളും ഞാൻ ഇപ്പോൾ ഇവിടെ തന്നെയാണ് ഞാൻ വാഷിങ്ങിന് വിടാറുള്ളത്. അടിപൊളിയായിട്ടാണ് ഇവരിപ്പോൾ വാഷിംഗ് ഒക്കെ ചെയ്യുന്നത്. അതായത് ഞാൻ ലിറ്ററലി സാറ്റിസ്ഫൈഡ് ആണ് ഗൈസ്. അങ്ങനെ നമ്മളെ ചെറുക്കനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നിർത്തിയിരിക്കുക. ഇനി ജസ്റ്റ് ഒന്ന് തുടച്ച് പറക്കി പിന്നെ എടുക്കണം. പിന്നെ ഇതിൻ്റെ ഈ ചെയിനിലൊന്ന് ഓയിൽ കാര്യങ്ങളൊക്കെ തിരിച്ചടിക്കണം. എന്നുവെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഈ മഴ സമയത്തൊക്കെ പിന്നെയും ഫുള്ള് എന്താ പറയണ്ടത് ഹാർഡാവാൻ തുടങ്ങും, പിന്നെ റെസ്റ്റിംഗ് സ്റ്റാർട്ടാവാൻ തുടങ്ങും. ഇപ്പോൾ കണ്ടില്ലേ കംപ്ലീറ്റ്ലി
അത് പോയിട്ട് ഇപ്പം എന്താ പറയുക ഓയിലൊക്കെ പോയിട്ട് നല്ലൊരു വൃത്തിക്കുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ വണ്ടിയുടെ കുളി കഴിഞ്ഞു. ഗായ്സ് അങ്ങനെ ഫൈനലി നമ്മളിതാ വണ്ടിയൊക്കെ കഴുകി തിരിച്ചിതാ വീട്ടിൽ പോയിട്ടിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വണ്ടി കഴുകി ഇറക്കുമ്പം മഴ സ്റ്റാർട്ടാവുന്നു. വേണ്ടേ മൊത്തം എന്താ പറയണേ കറുത്ത് കിടക്കും. ഇനി എനിക്കൊന്ന് മുക്കിയാറ് ഇപ്പോൾ മഴ പെയ്യുന്നു തോന്നുന്നു. അതിനു മുമ്പ് പെട്ടെന്ന് വിട്ടു. അത് എപ്പോഴും അങ്ങനെയാണ്. ഞാൻ വണ്ടി കഴുകി ഇറക്കും, മഴയും പെയ്യും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ആ ഒരു എന്താ പറയുക, ഇന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റൈഡിങ് ഒന്നും ഇന്ന് പോകാത്ത കാരണം വേറെ ഒന്നുമില്ല. വണ്ടി കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പിന്നെ വണ്ടിയുടെ കുറേ കാര്യങ്ങൾ, പിന്നെ വീട്ടിൻ്റെ കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് റീസൺ ഇന്ന് ഒരിടം റൈഡൊന്നും പോകാത്തത്. വെച്ചാൽ എനിക്ക് ഈ ആഴ്ചയിൽ ഒരു വീക്ക് ഓഫ് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു വീക്ക് ഓഫിനാണ് ഞാൻ റൈഡിങ് ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു, ബൈ. അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. ബൈ.